പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വന്ദേ മാതരം ഏകദേശം 90 വർഷമായി നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു വിവാദമാണ്. ഇപ്പോഴും ആ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചർച്ച ചെയ്യുമ്പോഴെല്ലാം രണ്ട് വാദങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്നത്. അതിലൊന്ന്, വന്ദേ മാതരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി അയച്ച ഒരു സർക്കുലറാണ് വിഷയം. ആ സർക്കുലറിൽ വന്ദേ മാതരം മുഴുവനായി ചൊല്ലണം എന്നുണ്ട് എന്നൊരു സർക്കുലർ വന്നു. അത് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് പെട്ടെന്ന് മീഡിയകൾ ആ വിഷയത്തിൽ മുഴുവൻ ചൊല്ലാൻ ആവശ്യപ്പെട്ടു, സർക്കുലർ അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ കൊടുത്തു. അപ്പോൾ അത് ചർച്ചയായി. പിന്നീട് വന്ന ഒരു തിരുത്ത് എന്ന് പറയുന്നത്, ആ സർക്കുലറിൽ ഫുൾ എന്ന വാക്ക് കണ്ടതോടുകൂടി മാധ്യമങ്ങളെല്ലാം അത് മുഴുവൻ ചൊല്ലണം എന്ന് സർക്കുലറിലുണ്ട് എന്ന് പറഞ്ഞത് തെറ്റാണ്, ഇംഗ്ലീഷ് അവർക്ക് വായിച്ചെടുത്ത് പറ്റിയ അബദ്ധമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ചർച്ചയാണ് പിന്നീട് വന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും അതിലങ്ങനെ മുഴുവൻ ചൊല്ലണം എന്നില്ല, അത് മീഡിയകൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് എന്ന നരേറ്റീവ് രണ്ടാമതും വന്നു. യഥാർത്ഥത്തിൽ ഈ രണ്ട് സംഗതികൾക്കും ഇടയിലാണ് ഇതിൻ്റെ വസ്തുത എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആദ്യം വന്നപ്പോൾ എല്ലാവരും ഉണർന്നെഴുന്നേറ്റു, പിന്നീട് ആ പ്രശ്നം പരിഹരിച്ചു, അത് മീഡിയകൾക്ക് പറ്റിയൊരു തെറ്റാണ് എന്ന് പറയുന്നതോടുകൂടി ആ പ്രശ്നം സമാപിച്ചു. ഇനി വെറുതെ അതിൽ കൂടേണ്ടതില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് വസ്തുത എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യാദൃച്ഛികമായിട്ട് അവരൊരു പുതിയ ബില്ല് കൊണ്ടുവന്നതല്ല ഈ വിഷയത്തിൽ. മറിച്ച് അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഇലക്ഷൻ നടക്കുന്ന സമയത്തുമൊക്കെ അവർ രാജ്യത്തോട് തുറന്നു പ്രഖ്യാപിച്ചൊരു കാര്യമാണെന്ത്, വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിൻ്റെ അതേ പദവിയും അതേ ആദരവും കൊടുക്കും എന്നത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അപ്പോൾ അത് അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നടപ്പാക്കാൻ വേണ്ടിയാണ് 1971 നിയമം, അതായത് ദേശീയ ബഹുമാന സംരക്ഷണ ഭേദഗതി നിയമം എന്ന് പറഞ്ഞ് 2026 കൊണ്ടുവന്നത്. അത് ഈ 1971 നിലവിലുണ്ടായിരുന്ന ആ നിയമത്തിലാണ് ഭേദഗതി കൊണ്ടുവന്നത്. ആ നിയമത്തിൽ 2 ഭേദഗതിയാണ് പ്രധാനമായിട്ട് ഉള്ളത്. അതിലൊന്ന്, അത് ദേശീയ ഗാനത്തിൻ്റെ പദവിയിലേക്ക് ഈ ദേശീയ ഗീതത്തെ കൂടി അഥവാ വന്ദേ മാതരത്തെ കൂടി കൊണ്ടുവന്നു എന്നതാണ്. അതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദേശീയ ഗാനം ചൊല്ലുന്ന സമയത്ത് അത് ആരെങ്കിലും തടസ്സപ്പെടുത്തുകയോ അതിനെ അനാദരിക്കുകയോ ചെയ്താൽ ശിക്ഷയുണ്ട്. ഇതേപോലെ ഇനി മുതൽ വന്ദേ മാതരത്തെ ആരെങ്കിലും വിമർശിക്കുകയോ അതല്ലെങ്കിൽ അത് ചൊല്ലുന്ന സമയത്ത് അതിനോട് അനാദരവ് കാണിക്കുകയോ ആ സദസ്സിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുകയോ ചെയ്താൽ 3 വർഷം അവർക്ക് തടവ് കിട്ടുമെന്നതാണ് അതിലുള്ള നിയമം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ നിയമം മുന്നിൽ വെച്ചുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് ഒരു സാമൂഹികമായ ഒരു സമ്മർദ്ദത്തിലൂടെ ഇത് എല്ലാവരെ കൊണ്ടും അത് ചെയ്യിപ്പിക്കുക എന്നതാണ്. ഇതാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, വന്ദേ മാതരത്തിൻ്റെ എല്ലാ വരികളും ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയുടെ രൂപമാണുള്ളത്. ആ പ്രാർത്ഥന ഇവിടെയുള്ള മറ്റു മതവിശ്വാസികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അത് ഭരണഘടനയ്ക്ക് യോജിച്ച രീതിയിൽ വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കോടതി ചോദ്യം ചെയ്യപ്പെടും, അത് നിയമമാകാൻ കഴിയില്ല, അത് മൗലികാവകാശത്തിന് എതിരാണ് എന്ന് വരും. അതുകൊണ്ട് അതിൻ്റെ ലൂപ്പ് ഹോൾ വളരെ കൃത്യമായി അടച്ചുകൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരിക്കലും തന്നെ ചില ആളുകൾ പറയുന്നത് ഇതിൽ പൂർണ്ണമായി ഈ പുതിയ നിയമം അനുസരിച്ച് വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണം എന്ന് അതിൽ നിഷ്കർഷിക്കുന്നുണ്ട് എന്നതാണ്. അങ്ങനെ അതിൽ നിഷ്കർഷിക്കുന്നില്ല. അതിൽ പൂർണ്ണമായി ചൊല്ലണമെന്നും പറയുന്നില്ല, അതുപോലെ തന്നെ അത് നിർബന്ധമായി ആലപിക്കണം എന്നും പറയുന്നില്ല. പിന്നെ പറയുന്നത് എന്തേ ഉള്ളൂ, ആലപിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, ഒരിക്കലും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നതാണ്, അതിനെ വിമർശിക്കാൻ പാടില്ല എന്നതാണ്, എന്നാൽ അത് കുറ്റകരമായി മാറുമെന്നതാണ്. പക്ഷേ ഈ നിയമത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പലരും വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നത്, അത് നിയമം പാസ്സായല്ലോ, നിയമം പാസ്സായി കഴിഞ്ഞാൽ ഇനി നമ്മൾ നടത്തൽ നമുക്ക് ബാധ്യതയല്ല, അത് സർക്കാരിന് ബാധ്യതയല്ല, അത് സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയല്ല, കാരണം പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു രൂപമാണ് നമ്മൾ കാണുന്നത്. അത് ശരിയല്ല. അതിൽ ഓരോ സംസ്ഥാനങ്ങളും സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കൃത്യമായിട്ട് സാധാരണ നടത്തി പോകുന്നത് പോലെ തന്നെ ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് കടന്നു പോവുകയാണെങ്കിൽ ഒരു തെറ്റും പറയാൻ കഴിയില്ല. ഈ നിയമം വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കാരണം ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ചടങ്ങിൽ നിർബന്ധമായും വന്ദേ മാതരം ചൊല്ലിയിരിക്കണമെന്ന് ആ നിയമത്തിൽ പറയുന്നില്ല. അത് സ്വാതന്ത്ര്യദിനം എന്നല്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു ചടങ്ങിലും നിർബന്ധമുണ്ട് എന്നെന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അത് നിയമത്തിൽ എവിടെയുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൊണ്ടുവരേണ്ടതുള്ളൂ. നിയമത്തിൽ എന്താണുള്ളത്, ചൊല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ ചൊല്ലുന്ന സദസ്സിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ വിമർശിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എത്രയേ ഉള്ളൂ, ഇവിടെ സാധാരണ ചെയ്യുന്നത് പോലെ ദേശീയ ഗാനവുമായി മുന്നോട്ട് പോവുക,
ഈ വന്ദേ മാതരത്തെ ഒരിക്കലും തന്നെ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കാതിരിക്കുക എന്ന സൂക്ഷ്മതയാണ് അതിൽ നമ്മൾ പാലിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഈ നിയമത്തിൻ്റെ ഒരു മറ പിടിച്ചുകൊണ്ട് എല്ലാവരും അത് നടക്കട്ടെ എന്ന് വെക്കും. അത് നടക്കട്ടെ എന്ന് വെക്കുമ്പോൾ ഇന്ന് നമ്മളത് കണ്ടു. ഇപ്പോൾ ലോക്സഭയിൽ ഇന്ന് വന്ദേ മാതരം ചൊല്ലിക്കൊണ്ടാണ് അവസാനിച്ചത്. സാധാരണ ലോക്സഭ തുടങ്ങാറുള്ളത് ദേശീയ ഗാനം ചൊല്ലിക്കൊണ്ടും അവസാനിക്കാറുള്ളത് വന്ദേ മാതരത്തിലെ ആദ്യത്തെ സ്റ്റാൻസ മാത്രം ചൊല്ലിക്കൊണ്ടും അവസാനിപ്പിക്കുന്ന രീതിയാണ് ഇത്രയും കാലം നമ്മൾ തുടർന്നു വന്നത്. എന്നാൽ ഇന്ന് എന്ത് സംഭവിച്ചു? ഇന്ന് മുഴുവൻ, അതായത് 3 മിനിറ്റും ഏകദേശം 9 സെക്കൻഡുമുള്ള മുഴുവൻ ഭാഗവും ആലപിച്ചു. അത് ആലപിച്ചപ്പോൾ നിങ്ങളവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പ്രതിപക്ഷ നേതാക്കൾ മുഴുവനും എഴുന്നേറ്റ് നിന്ന് ആ രീതിയിൽ അതിനോടൊപ്പം നിൽക്കേണ്ടി വരികയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതവിടെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാനും അതേപോലെ തന്നെ അതിനെ വിമർശിക്കാനും ഇറങ്ങിപ്പോകാനും പറ്റില്ല. അത് നിയമം പാസ്സാക്കിയതോടുകൂടി അത് ശിക്ഷാർഹമായി മാറുകയാണ്. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി ആകട്ടെ, കെ.സി. വേണുഗോപാലാകട്ടെ, അങ്ങനെ തുടങ്ങി നമ്മുടെ പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കളെല്ലാം അത് പൂർണ്ണമായും ചൊല്ലുന്നത് വരെ ആ നിലക്ക് അവിടെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ഇതേ അവസ്ഥ എന്ത് ചെയ്യും? സംസ്ഥാനങ്ങളിലേക്കും ഗവൺമെൻറ് പൊതുചടങ്ങുകളിലേക്കും വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് സദസ്സിൽ ആരൊക്കെയുണ്ടോ അതിനെ അംഗീകരിക്കണോ അംഗീകരിക്കാത്തവരൊക്കെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ അതിൽ നിന്നു കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാമൂഹ്യ സെറ്റപ്പും ഒരു സമ്മർദ്ദത്തിൻ്റെ സാഹചര്യവും സ്വാഭാവികമായി രാജ്യത്ത് മൊത്തത്തിൽ അവരുടെ ഭരണം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും എന്നിട്ട് ആ സദസ്സിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് പിന്നെ അതിന് പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക. അങ്ങനെ സ്വാഭാവികമായിട്ടും അതിനോട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും എന്തിനാണ് ഞാനായിട്ട് വിമർശിച്ച് വെറുതെ ഒരു കേസ് വാങ്ങേണ്ട കാര്യം എന്നിടത്തേക്ക് എല്ലാവരും വരികയും അതങ്ങനെ സാധാരണ ഒരു സാഹചര്യമായി മാറുകയും ചെയ്യുക എന്ന ഒരു അജണ്ടയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ സർക്കുലറുകളെയൊക്കെ കീറി മുറിച്ച് അതില്ല ഇതില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അതിനിങ്ങനെ ഒരു ന്യായീകരണത്തിൻ്റെ രൂപം കൊടുക്കുകയല്ല വേണ്ടത്. മറിച്ച് ഈ സർക്കുലർ നിയമമനുസരിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നിർബന്ധമായി ഒരു സ്ഥലത്തും അത് നടത്താൻ നമുക്കിപ്പോൾ ബാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ മതേതര പക്ഷത്തുള്ള സർക്കാരുകളും സംവിധാനങ്ങളും ആളുകളുമൊക്കെ സാധാരണ നമ്മൾ ചൊല്ലുന്ന ദേശീയ ഗാനവുമായി മുന്നോട്ട് പോവുക. അതല്ലാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ എല്ലാവരും അതിൻ്റെ ഭാഗമായി പോകുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമനിർമ്മാണത്തിലുള്ളത്. നിയമത്തിലൊരിക്കലും അത് പൂർണ്ണമായി ചൊല്ലണമെന്നോ നിർബന്ധമായി ചൊല്ലണമെന്നോ ഇല്ല. ചൊല്ലുകയാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ക്ലാരിറ്റി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തും തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഒരു പുതിയ കീഴ്വഴക്കം ഒരു നിലക്കും കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ നിയമത്തിൽ അത് പൂർണ്ണമായും ചൊല്ലാമെന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമാക്കി അത് വരുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുവാനുള്ള ഒരു ജാഗ്രത നമ്മുടെ സംസ്ഥാന സർക്കാരിൽ നിന്നും അതേപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്നും അതുപോലെ തന്നെ മതേതരമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്. നെല്ലും പതിരും വേർതിരിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം.